നമസ്കാരം. എല്ലാവർക്കും കേദാർ കാന്തയുടെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. വാർത്ത വായിക്കാൻ ആൾക്കാർ നമസ്കാരം പറയണ പോലെ. നീ പറയില്ല പറഞ്ഞ ഞാൻ നീന്നു. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയിലേക്ക് സ്വാഗതം. അതെ, അപ്പോൾ ഞങ്ങൾ ഇന്നേക്ക് പോയി തിരിച്ചു വന്നിട്ട് ഏകദേശം കറക്റ്റ് രണ്ടാഴ്ച ആകുമ്പോൾ ഇന്ന് രാത്രി ബാംഗ്ലൂർ എത്തിയത് 25-ാം തീയതി രാത്രിയാണ്. പപ്പട പരുവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയോളം ഇവിടെ ഇദ്ദേഹം ഡൗൺ ആയിരുന്നു. ഏതാണ്ട് ആ ഒരു സമയത്ത് എനിക്കും പനി പിടിച്ചു, ഞാനും ഡൗൺ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു മസാല പരുവത്തിലാണ് തിരിച്ചു വന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് മൊത്തത്തില് ബോഡി റീവയർ ആയി തോന്നുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ബ്രെയിനൊക്കെ ഫോഗ് അടിച്ചിട്ട് എനിക്കൊന്നും ഓർമ്മയും ഇല്ല. ഞാൻ ഫുൾ കിളി പാറിയിട്ടായിരിക്കുന്നത്. ഇപ്പോഴാ കുറച്ച് നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെന്തായാലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പനി പിടിച്ചത് എനിക്ക് തോന്നുന്നു നമുക്ക് പോയ വഴിയോ തിരിച്ചു വരുന്ന വഴിയോ എവിടുന്നോ സാധനം ചിഞ്ചുവിന് കിട്ടിയിട്ട് അത് പിന്നെ എനിക്ക് പിന്നീട് അത് പകർന്നു വന്നാ തോന്നുന്നു. അല്ലാതെ ചിഞ്ചുവിന് ഇപ്പോഴും കുറച്ച് ചുമ ബാക്കിയുണ്ടെന്നേ ഉള്ളൂ. ചുമ നല്ലപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു താന്ന മൂടലാണെങ്കിലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വീഡിയോ അങ്ങ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡെഫിനറ്റ്ലി ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പോയപ്പോഴായാലും ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പോയിരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഡെറാഡൂൺ പോയി, ഡെറാഡൂണിൽ നിന്ന് സംഗ്രിയിലെത്തി, ആ സമയത്താണെങ്കിലും തണുപ്പടിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചുമക്കുവേ, എനിക്ക് ചുമ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട. പിന്നെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇത് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാനേ നേരം കാണത്തുള്ളൂ. ഇത്രയും നാൾ ഇതൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പക്ഷെ ഇനിയും പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ടച്ചേ പോയി പോവും. എനിക്ക് ഓൾറെഡി ഒന്നും ഓർമ്മയില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഡെറാഡൂണിൽ നിന്ന് തന്നെ തണുപ്പിൻ്റെ അടി നമുക്ക് തുടങ്ങിയായിരുന്നു. അതായത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പുലർച്ചെ ഒരു 5 മണിയോ 4:30യോ ആ സമയത്ത് എന്തോ ആണ് തോന്നുന്നു ഇറങ്ങിയത് അല്ലേ വണ്ടി. അതെ, 5:30ക്കാണ് വണ്ടി അവിടെ എത്തിയത്, ഡെറാഡൂണിലെത്തിയത്. ട്രെയിനിന്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ അറിഞ്ഞില്ല. ബാലൻസ്ഡ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വൺസ് അത് പുറത്തിറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയപ്പോൾ 7 മണിക്കായിരുന്നു വണ്ടി വരുന്നത്. അപ്പോൾ അതുവരെ നമ്മളവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നാണോ മാനോന്ന് ഞാൻ നോക്കിയില്ല. എനിക്ക് എൻ്റെ തണുപ്പും എനിക്ക് അതാ വലുത്. ഞാൻ അവിടെ ഒന്നും നോക്കിയില്ല. ഞാനൊരു ഷോൾ എടുത്ത് കെട്ടി വെച്ചിട്ട് ഞാൻ പാൻറ്റൊക്കെ മാറ്റി വേറെ നല്ല കട്ടിയുള്ള പാൻറ്റും 2 ലെയർ പാൻറ്റൊക്കെ എടുത്തിട്ട് എനിക്ക് ഒട്ടും പറ്റുണ്ടായില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. അത് രാവിലെ നേരത്തല്ലേ, 9 ഡിഗ്രിയോ 9 ഡിഗ്രി എന്തോ ആയിരുന്നു തണുപ്പ്. നമ്മളൊന്നും അത് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് ട്രാവലറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുന്നത് ഡെറാഡൂണിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രാവലറിൽ കയറി. അങ്ങേരാണെങ്കിൽ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണ് തോന്നുന്നുണ്ട്. അങ്ങേര് ഇട്ട് വെട്ടിച്ച് വളച്ച് ഓടിച്ച് എന്തോ മറ്റേ F1 റേസിന് പോകുന്ന പോലെയാണ് അങ്ങേര് പോകുന്നുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചാൽ മറ്റേ മുകേഷ് പറയണ പോലെ ചത്ത് എന്നുള്ള അവസ്ഥയായിരുന്നു. എനിക്ക് അപ്പോഴത്തേക്കും പക്ഷെ മോഷൻ സിക്നസ് ഒക്കെ അടിച്ച് ഞാൻ ഒരു 2 സീറ്റ് പുറകിലാണ് ഇരുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ ഇട്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ അവസാനം മറ്റേ ഗൈഡ് ഫ്രണ്ടിൽ ഇരിക്കണ്ടായിരുന്നു, ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ. ഞാൻ പറഞ്ഞു ഒന്ന് പുറത്ത് ഒന്ന് ബാക്കി വരിക്കുക, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വാള് വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ടും ഈ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാലേ ഇങ്ങനെ വാലീസ് ആണ്. അതായത് 2 മലകളുടെ നടുവിൽ കൂടെയൊക്കെയാണ് റോഡ് പോകുന്നത്. പുഴയും ഉണ്ടാവും, അതിൻ്റെ താഴത്തൂടെ പുഴയും പോകുന്നുണ്ടാവും. അപ്പോൾ ഈ വണ്ടി ഇവരിങ്ങനെ വെട്ടിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മൾ എന്താ ഇത്. അതിൻ്റെ ഒരു ജോഗ്രഫി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലനിരകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. 2 മലനിരകൾ നമ്മൾ ഫുള്ളി ക്രോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലകൾക്ക് മുകളിൽ കയറും ഇറങ്ങും, പിന്നെ അടുത്തന്നെ മുകളിൽ കയറും ഇറങ്ങും. അത് ചിലയിടത്ത് റോഡ്. അപ്പോൾ ഈ വാലി എന്ന് പറയുന്നത് ഈ നടുക്കൂടെ ഓടുന്ന സാധനമാണ്. മലകളുടെ നടുക്കൂടെ ഓടുന്ന നീർച്ചാലാണ് ഈ വാലി എന്ന് പറയുന്നത്. ഹിമാലയൻ വാട്ടർ എന്നൊക്കെ പറയുന്ന സാധനം അതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നീല കളറായിനൊക്കെ നമ്മൾ മഞ്ഞുരുകി വരുന്ന വെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ മോളിൽ കയറും ഇറങ്ങും. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും. പിന്നെ വണ്ടിയാണെങ്കിലും ആ ഒരു രീതിയിലാണ് പോകുന്നത്. എനിക്കാണ് അത്രയും പേരുണ്ടായിരുന്നു, 13 പേരുണ്ടായിരുന്നു. അതിൽ എനിക്കാണ് വാള് വയ്ക്കാനുള്ള സാധനം തോന്നിയതും. പിന്നെ വേഗം ചാടിക്കറി ഒരു പ്രാവശ്യം വണ്ടി നിർത്തി നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നേരം നോക്കിയേ. പിന്നെയും ബുദ്ധിമുട്ട് വന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞിരുന്ന് പാട്ട് പാടാനും അന്താക്ഷരിയൊക്കെ കളിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ വെറുതെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ തിരിയും, പിന്നെയും ഫ്രണ്ടിലേക്ക് തിരിയും. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ആക്ഷനും. വണ്ടിയാണെങ്കിലും ഇങ്ങനെ വെട്ടിച്ച് ആൾ നല്ല
F1 റേസ് അടിക്കുന്ന പോലെയായിരുന്നു ആളുടെ രീതി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ ആയപ്പോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാനാണെങ്കിൽ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അഗോമിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കയ്യിൽ നിന്ന് പോയായിരുന്നു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴിച്ചില്ല. ഭയങ്കര ഞാൻ പിന്നെ ഡള്ളായി. എൻ്റെ മൊത്തം മൂഡ് പോയി. ഡള്ളായി. പിന്നെയും എനിക്ക് തോന്നുന്നു ഷാങ്ക്രിയിൽ എത്താവുന്നതിന് കുറച്ച് മുന്നായിട്ട് ഞാൻ വോമിറ്റ് ചെയ്തു. ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങ് വോമിറ്റ് ചെയ്ത് കളഞ്ഞു. വോമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു അഗോമിൻ എടുത്ത് കഴിച്ച്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പെട്ടെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ മോഷൻ സിക്നസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ട്രിപ്പിൻ്റെ ഒരു മൂഡ് പോകാണ്ടിരിക്കുന്നതിന് നല്ലത് നമ്മളത് അങ്ങനെ പൊതുവെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് മെഡിക്കേഷനൊക്കെ എടുത്തിട്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ട്രബിളുകളൊക്കെ ഒഴിവായി കിട്ടും തോന്നുന്നു. ഞാനത് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനും മൂഡ് ഉണ്ടായിരുന്നില്ല. ഷാങ്ക്രിയിൽ എത്തിയിട്ടാണെങ്കിലും പിന്നെ എന്തായാലും നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഈ വഴിയൊക്കെ പോയത്. നല്ല വ്യൂ നമുക്ക് പരിചയമില്ലാത്തൊരു ടെറൈനാണ്. അപ്പോൾ ഈവൻ അഗ്രികൾച്ചറൽ ആ ഒരു ലാൻഡ്സ് ആണെങ്കിലും ഇങ്ങനെ തട്ട് കുഞ്ഞു കുഞ്ഞു തട്ടുകൾ, അത് ടെറസ് ഫാമിംഗ് അല്ല, അത് അത്ര തട്ടില്ല. അല്ല, ഇത് മലയിലാണല്ലോ, അപ്പൊ പിന്നെ ടെറസ് പോലെ വരാൻ പറ്റുള്ളൂ. പക്ഷെ കുഞ്ഞു കുഞ്ഞു ടെറസുകൾ, കുഞ്ഞു കുഞ്ഞു തട്ടുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതും വാലികളുടെ ഈ പുഴയുടെ തീരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൃഷിയുടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പൊ നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്ത് അവസാനം ശങ്കരിയിൽ എത്തി. ഒരു വൈകിട്ട് 7 മണിയൊക്കെ ആയപ്പോൾ ശങ്കരിയിൽ എത്തി നമ്മള്. ഭക്ഷണം കഴിച്ചു. അതെ, ഭക്ഷണം. ഒക്കെ തന്നു. അതെ അതെ. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പം ചിഞ്ചുവിന് കിട്ടിയൊരു പണി പറഞ്ഞു, എനിക്കൊരു മുട്ട പണി കിട്ടിയിരുന്നു അതിന് മുന്നേ. അപ്പോൾ ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട്, ഞങ്ങൾ ഡൽഹിയിൽ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ഇട്ടായിരുന്നു. 19-ാം തീയതി രാവിലെ ഡൽഹിയിൽ, തിങ്കളാഴ്ച മോർണിംഗ് ഡൽഹിയിലാണ് ഞങ്ങൾ, മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഡൽഹിയിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് നമ്മൾ ട്രാവലോഗ് പോലെ പറയാം. പക്ഷെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏഡ് എന്ന് പറയുന്നത്, നമ്മളന്ന് കുറച്ച് നടന്നു. അപ്പം ഞാൻ അത്ര ഫിറ്റ് ഒന്നല്ല, ഞാൻ ഒരുപാടങ്ങ് നടന്നിട്ട് കുറച്ച് നാളുമായി. അപ്പോൾ എനിക്കറിയില്ല എന്താ സംഭവം. പക്ഷേ കുറേ നടന്നു, പെട്ടെന്ന് വന്നിട്ട് തിരിച്ചു ഇറങ്ങാൻ നേരത്തെ നമ്മളിത് പോയത് എവിടെയായിരുന്നു, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കുടീരത്തിലല്ലേ പോയത്, ഹൂമയൂണിൻ്റെ ടൂമ്പിലാണ് പോയത്. ഹൂമയൂണിൻ്റെ ടൂമ്പ് അത്യാവശ്യം വലിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ കുറേ നടന്നു. അതിന് മുന്നേ നമ്മൾ വേറെ ടൂമ്പിൽ പോയി, അവിടെ നടന്നു. തിരിച്ചു വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹൂമയൂണിൻ്റെ ടൂമ്പിൻ്റെ അകത്തൊരു സൗകര്യം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇരുന്നതാ, ഇങ്ങനെ ഒന്ന് ഇരുന്നു. എന്തോ പാളിന്ന് എനിക്ക് മനസ്സിലായി. ബാക്കിൽ എന്തോ നമ്മൾ നടുവെട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് പെയിൻ. പൊതുവെ നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നോക്കിയെടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പാളുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതെ, ഷാജി പാപ്പൻ്റെ ആ സാധനം അത് എൻ്റെ ബാക്കിൽ കൊണ്ടു. അത് കൈ കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു എന്തോ പാളിന്ന് പറഞ്ഞു. പയ്യെ ഞാൻ അവിടുന്ന് നേരെ പോസ്റ്ററൊക്കെ നേരെ പയ്യെ എഴുതിയിട്ട് എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് എന്തോ പോയപ്പോൾ എനിക്ക് മൊത്തത്തിൽ പേടി അടിച്ചു. അതെ 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 അതെ. അപ്പോൾ കാര്യം എനിക്കറിയാം, ഞാനിപ്പോൾ നടുവില്ലാത്ത ഞാനെങ്ങനെയാണ് വെയിറ്റ് നോക്കി ഈ പറയുന്ന മലയുടെ മുകളിൽ കയറാമെന്ന് ഞാൻ ആലോചിച്ചത്. പൊതുവെ ഇങ്ങനത്തെ ഇപ്പം എനിക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അഗ്രവേറ്റ് ആയില്ല എന്തോ ഭാഗ്യത്തിന്. അത് വെച്ചിട്ട് ഞാനിങ്ങനെ പയ്യെ നോക്കിക്കൊണ്ടും പോയി. അപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസുകൾ വരുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാല് തെറ്റ്, നമ്മൾ മലകൾ കയറുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ നടക്കുമ്പോഴായാലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഹൈറ്റ് കുറവും കൂടുതലും സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങുമ്പോഴായാലും നമുക്ക് സർപ്രൈസ് അടിക്കില്ലേ, അങ്ങനത്തെ സാധനം അടിക്കുമ്പം ഭയങ്കര പെയിനൊക്കെ വരും. ഈ നടുവെട്ടി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാനങ്ങനെ കയറ്റം കയറുന്ന ഞാൻ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിന് മുന്നാണ്, നമ്മൾ ഡെറാഡൂണൊക്കെ എത്തുന്നതിന് മുന്നാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ആ ദിവസം തള്ളി നീക്കി. പക്ഷെ ഒരു ഗുണം ഉണ്ടായത് 2 ദിവസം നൈറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന ഹൈക്കിങ്ങിൻ്റെ ആക്ടിവിറ്റീസിലോട്ട് കടക്കുന്നത്. അതുകൊണ്ട് കിടക്കാനുള്ള ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് കേട്ടോ, പ്രോപ്പറായിട്ട് കിടക്കാൻ. അതായത് ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും നമ്മൾ AC ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണെങ്കിലും ജസ്റ്റ് നടു നിവർത്താനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടെൻറ്റിൽ കിടക്കുന്ന ഒരു രീതിയിലല്ലായിരുന്നല്ലോ നമ്മൾ ബെഡിലും ഈ പറയുന്ന ട്രെയിനിലാണെങ്കിലും കിടക്കുന്നത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, കിടക്കാൻ ഒരു സ്ഥലം കിട്ടുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻ്റ് തോന്നുന്നു. ബിക്കോസ് അത് ഓരോ ദിവസം കഴിയുമ്പോഴും ഈവൻ ദോ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചൊന്ന് അഗ്രവേറ്റ് ആകും, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ പോലും ഉറങ്ങി എണീക്കുമ്പോൾ വീണ്ടും ഇത് ഓരോ ദിവസം കൂടുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നായിരുന്നു, കയറുന്നതിന് മുന്നേ എൻ്റെ ചെറിയ കോൺഫിഡൻസ് വന്നായിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാക്സിമം 2 കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോകേണ്ടത്. ഒന്ന് നമ്മുടെ ഹെൽത്ത്, 2 വെതർ. ഇത് രണ്ടും നമ്മൾ വെതറിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് ഹെൽത്തിന്റെ കാര്യത്തിൽ പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഹെൽത്ത് ആണെങ്കിലും പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് നടന്നു വന്നിട്ട് പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാ പറഞ്ഞത്, ഇത് നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന കണ്ടില്ലേ. ഹെൽത്ത് ആണെങ്കിലും വെതർ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും രണ്ടും അൺപ്രഡിക്റ്റഡ് ആണ്. അപ്പൊ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതെ, അപ്പം ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് നടുക്ക് വെച്ചാൽ ചിലപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് നിർത്തേണ്ട ഒരു ആവശ്യം വന്നേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് പോകണം. എന്താ പറയുക, നമുക്ക് മുകളിൽ ഏറ്റവും മുകളിൽ കയറിയാലേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡോടെ പോകുന്നവരുണ്ടാവും. പക്ഷേ
ചില പോയിന്റ് നമ്മളോട് തന്നെ പറയണത് നടക്കില്ലെങ്കിൽ നടക്കില്ല, നിർത്തിയിട്ട് തിരിച്ചു വരിക എന്ന് പറയേണ്ട ഒരു ആവശ്യം ബോഡി നമ്മുടെ അടുത്ത് പറയും, നമുക്കതിനുള്ള സിഗ്നൽസ് തരും. അപ്പോൾ അത് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. ബട്ട് എനിവേ ഇതുവരെ ഉണ്ടായത് പിന്നെ മാനേജബിൾ ആയിരുന്നു. നമ്മൾ ശങ്കരിയിലെത്തിയപ്പോഴാണ് തണുപ്പ് എന്താണെന്ന് നമ്മളിപ്പോൾ പിന്നെ മനസ്സിലായി തുടങ്ങിയത്. ഈ മലമുകളിലെ തണുപ്പ് എന്താണ്. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു തണുപ്പാണ്. ഇത് മലേന്റെ ചുറ്റും, അതായത് ചുറ്റുമല, അതിന്റെ നടുവിൽ കിടക്കുന്ന ഒരു വില്ലേജ്. അപ്പോൾ അവിടെ ഈ സൂര്യാസ്തമയാണെങ്കിൽ പെട്ടെന്ന് നടക്കും. കാര്യം പെട്ടെന്ന് തന്നെ 5-5:30 ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിട്ട് പിന്നെ തണുപ്പ് അങ്ങോട്ട് തുടങ്ങും. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ തണുപ്പിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് തണുപ്പാണ്. നോർത്തിലുള്ള എല്ലാവർക്കും പരിചയമുള്ള സാധനമായിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു ബിലോ 10 ഡിഗ്രി തണുപ്പിലൊക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പയ്യെ നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ മ്യൂക്കസ് വന്നു തുടങ്ങും. എന്ന് വെച്ചാൽ ശരീരം, ഞാൻ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം അതിനെ തന്നെ അതിൻ്റെ ഈ ഇത് ശ്വസിക്കുന്ന ശ്വാസനാളങ്ങളെയൊക്കെ സ്വയം വെറ്റാക്കാൻ ശ്രമിക്കുന്നതാണ്. കാര്യം ശരീരത്തിന് അതാണ് താല്പര്യം. വെറ്റായിട്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയറിലാണ് മരിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മ്യൂക്കസ് വരുന്നത്. അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കേസല്ല, കുറച്ചൊരു ഇൻകൺവീനിയൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ പൊടികളും ഉണ്ടെങ്കിൽ, പൊടിയുടെ ഒരു ഇതും ഉണ്ടെങ്കിൽ അതും വീണ്ടും ബുദ്ധിമുട്ടായില്ലേ. ഇതിനെ ശ്വാസകോശത്തിലേക്ക് കടത്തി വിടാണ്ട് ഇതിന് ബ്രേക്ക് ചെയ്യാൻ മ്യൂക്കസ് ഉള്ളത് അപ്പോൾ നല്ലതാണ്. അതാ പറഞ്ഞത്, മ്യൂക്കസ് ഉള്ളത് കൊണ്ട് ആ മറ്റേ ഇതിന് ഫിൽട്ടർ ചെയ്തിട്ടാണല്ലോ, നമ്മുടെ മൂക്ക് അതിനാണല്ലോ ഫിൽട്ടർ ചെയ്തിട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോൾ കയ്യിലെപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെ, അത് പിന്നെ ഒരു ശീലമാവും. അതിപ്പോൾ എല്ലാവരും പറഞ്ഞാൽ മൂക്കൊലിപ്പിച്ച് നടക്കായിരുന്നു അവിടെ ട്രിപ്പിൽ. എല്ലാവരും എല്ലാവരും മൂക്ക് ഇങ്ങനെ ഒലിച്ച് എല്ലാം. ഇപ്പൊ മീശയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാത്തിന്റെയും മീശന്റെ മുകളിൽ മ്യൂക്കസ് വന്ന് കിടക്കുവാണ്. ഞങ്ങൾക്ക് പിന്നെ അത് നമുക്ക് പിന്നെ ഗേൾസിന് പിന്നെ നമ്മളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് വന്നാലും നമുക്ക് അറിയാലോ. ഇവർക്ക് പെട്ടെന്ന് അറിയാത്തത് കൊണ്ട് ഇവരുടെയൊക്കെ മൂക്കിന്റെ മീശയുടെ മുകളിലൊക്കെ ഈ സാധനം വന്ന് ഇങ്ങനെ കിടക്കുക. നമുക്ക് പിന്നെ അവിടെ എല്ലാവരുടെയും അങ്ങനെ ഉണ്ട്. ഇവിടെ ഇപ്പൊ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അതെന്തായാലും നല്ലൊരു കാര്യം, ശരീരം ചെയ്യുന്ന നല്ലൊരു കാര്യങ്ങളൊന്നും വിചാരിക്കാം. നമുക്ക് കുറച്ചൊരു ശല്യമാണ്, അത് പ്രശ്നമില്ല. ഈ പൊടി കൂടെ കയറി പോയിട്ടാണ് തോന്നുന്നുണ്ട്. എന്റെ മൂക്കിന്ന് ബ്ലാക്ക് കളർ സാധനങ്ങളായിരുന്നു. ഞാൻ രാത്രി നമ്മൾ ക്ലീൻ ചെയ്യും, മൂക്ക് ഞാൻ ക്ലീൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കളറിലുള്ള സാധനമാണ് മ്യൂക്കസിന്റെ കൂടെ വരുന്നത്. അത്രയും അപ്പോൾ പൊടി അടിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ മാസ്ക് വെക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, മാസ്ക് വെക്കുമ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഗൈഡ്, അവിടെയുള്ള ഗൈഡില്ലേ, അവർ പറയുന്നുണ്ടായിരുന്നു മാസ്ക് വെച്ചാൽ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാസ്ക് ഇതൊക്കെ ഊരിയിട്ട് ഹവാക്കോലേനെ ആനേതോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ ജസ്റ്റ് ഒരു ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ബട്ട് എനിവേ അങ്ങനെ പറയുന്നു. അന്ന് ഒരു സമയത്ത് നമുക്ക് പൊടി കയറേണ്ടെന്ന് ആഗ്രഹമുണ്ട്. ചിലവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞ് കുറച്ച് മാസ്ക് ഒക്കെ എടുത്തോളൂ. അപ്പോൾ മൊത്തത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്സ് നമുക്ക് പല സ്ഥലത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു സെൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ ഡെഫിനറ്റ്ലി ചോദിക്കുക, പക്ഷേ ചെയ്യാം. അതെ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ ആക്ച്വലി കുറച്ച് ലെങ്ത് കൂടിയായിരുന്നു. അത് പിന്നെ നമ്മൾ പീസ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള എപ്പിസോഡ്സ് നിങ്ങൾക്കും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് ഷാങ്ക്രി വരെ എത്തിയ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഷാങ്ക്രി വരെയുള്ള വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി ഷാങ്ക്രിയിൽ നിന്നും ഞങ്ങളുടെ ദിവസം തുടങ്ങിയ കാര്യങ്ങൾ അല്ലേ, രാത്രി കഴിഞ്ഞ് പിറ്റേന്നുള്ള കാര്യങ്ങൾ വരെ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അല്ലേ. നമ്മൾ റെൻറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ രാത്രി തന്നെ ആയിരുന്നു, അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അതെ, ഷാങ്ക്രിയിൽ വെച്ചായിരുന്നു നമ്മൾ റെന്റിങ് ഒക്കെ ചെയ്തിരുന്നത്. കുറച്ച് സാധനങ്ങൾ നമ്മൾ റെന്റ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ റെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുള്ളി പ്ലാൻ ചെയ്ത് പോയത് കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നിയിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ ശരിയായിരുന്നു നേരം തോന്നിയിരുന്നു. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസ് അതെ, അടുത്ത വീഡിയോയിൽ കാര്യമായിട്ട് തന്നെ പറയാം. തൊട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്കത് ഓരോ എപ്പിസോഡായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല അല്ലേ, എല്ലാവർക്കും. അപ്പോൾ അതെ, ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേദാർകന്ദ ബേസ് ക്യാമ്പ് വരെയെങ്കിലുള്ള അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള നമുക്ക് നോക്കാം. ആ എക്സ്പീരിയൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു. ടാറ്റാ.